ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇലയട അല്ലെങ്കിൽ ഇലയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ശിവരാത്രിയുടെ അന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് എല്ലാ വീടുകളിലും ഇലയപ്പവും വയണയിലയപ്പവും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാനും എല്ലാ ശിവരാത്രിക്കും ഇത് രണ്ടും ഉണ്ടാക്കാറുണ്ട്. ഞാനിന്ന് ഈ ഇലയട ഉണ്ടാക്കുന്നത് ചക്ക വെച്ചിട്ടാണ്. ചക്കപ്പഴം നല്ല വരിക്ക ചക്ക കിട്ടിയതുകൊണ്ട് ഞാൻ ഈ ഇലയട ചക്കപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മാവിലും ചക്കപ്പഴം അരച്ച് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് ഈ ഇലയട. ഇലയട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 ഗ്ലാസ് അരിമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവ് കുഴയ്ക്കാനായിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച വെള്ളം ഒഴിച്ച് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. എന്നാലേ ഇലയപ്പം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കരുത്. നമ്മൾ ചക്കപ്പഴം അരച്ചതും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് അത്രയും വെള്ളം ഒഴിക്കാതെ വേണം ഇത് കുഴച്ചെടുത്ത് വയ്ക്കാനായിട്ട്. മാവ് ഇപ്പോൾ ഒരുവിധം ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം ഇതിലേക്ക് ചക്ക അരച്ചത് ചേർത്ത് കൊടുക്കാം. ചക്കപ്പഴം നല്ല പോലെ അരച്ചെടുക്കണം. ചക്ക അരച്ചത് മാവിലേക്ക് ഇടാം. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ ചക്കപ്പഴം ചേർത്ത് മാവ് കുഴയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ മാവിലും ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. മാവ് ഇപ്പോൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ശർക്കരയും ചീകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തേങ്ങ തിരുവിയതിട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങയും ശർക്കരയും ഒക്കെ എടുക്കുന്നത് നമ്മൾ എത്ര ഇലയപ്പമാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് വേണം ഇതെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്. 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇലയപ്പം പരത്താനായിട്ട് ഞാൻ ചപ്പാത്തി പ്രസ്സാണ് എടുത്തിട്ടുള്ളത്. വാഴയില നന്നായിട്ട് വാട്ടി വെച്ചിട്ടുണ്ട്. വാട്ടിയ ഇല പ്രസ്സിലേക്ക് വയ്ക്കാം. എന്നിട്ട് മാവ് ഒന്ന് ഉരുട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഇലയിലേക്ക് വയ്ക്കാം. എന്നിട്ട് മുകളിലും ഒരു വാട്ടിയ ഇല വയ്ക്കാം. മുകളിൽ വയ്ക്കുന്ന ഇല കുറച്ചൊന്ന് നനച്ചിട്ട് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ മാവ് ഇലയിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഈ ചപ്പാത്തി പ്രസ്സിൽ ഇതുപോലെ ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കൈവച്ചിട്ട് പരത്തിക്കൊണ്ടിരിക്കേണ്ട. പെട്ടെന്ന് തന്നെ ഇത് നല്ല കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് ഫില്ലിങ് വയ്ക്കാം. ശർക്കരയും തേങ്ങയും ഏലക്കായും കൂടെ മിക്സ് ചെയ്തത് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ് വയ്ക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കണം. ഒരുപാടങ്ങ് മധുരം വേണ്ടെങ്കിൽ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തേങ്ങ കൂടുതൽ വേണമെങ്കിൽ തേങ്ങ കൂടുതൽ ചേർക്കാം. ശർക്കര കൂടുതലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്തായാലും നല്ല ടേസ്റ്റാണ്. ഞാനിതിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് ചക്കപ്പഴം അരിഞ്ഞത് വെച്ച് കൊടുക്കാം. ചക്കപ്പഴം ഇല്ലെങ്കിൽ തേങ്ങയും ശർക്കരയും മാത്രം വെച്ച് എടുത്താലും മതി. എന്നാലും നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ നമ്മുടെ നാടൻ പലഹാരങ്ങളാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും. ഈ ഇലയുടെയും ചക്കയുടെയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പേർക്കും അറിയാമായിരിക്കും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ശിവരാത്രി ആകുമ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇലയുടെയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കണം. ഇതുപോലെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതും ഇതുപോലെ തന്നെ ഇലയിലേക്ക് മാവ് വെച്ച ശേഷം മുകളിൽ ഇല വെച്ച് പ്രസ് ചെയ്ത് എടുക്കാം. അതിലേക്ക് ഫില്ലിങ് വയ്ക്കാം. ഇതിൽ ഞാൻ ഒരു സൈഡിൽ മാത്രം ഫില്ലിങ് വെച്ചാണ് എടുക്കുന്നത്. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇല മടക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ മടക്കിയെടുക്കാനായിട്ട് പറ്റും. നിറച്ച് ഫില്ലിങ് വയ്ക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ മടക്കുമ്പോൾ അതങ്ങ് ഫില്ലിങ് ഒരു സൈഡിലേക്ക് അങ്ങ് മാറും. ആദ്യമേ തന്നെ ഒരു സൈഡിൽ വയ്ക്കുവാണെങ്കിൽ അതായിരിക്കും എളുപ്പം.
എന്നിട്ട് ഇതുപോലെ 2 സൈഡും മടക്കി നടുക്കും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ മുഴുവൻ ഇലയുടെയും റെഡിയാക്കി എടുക്കാം. മുഴുവനും ഞാനിതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനായിട്ട് ഞാൻ സ്റ്റീമറിൻ്റെ മുകളിലത്തെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇലയപ്പം വെച്ച് കൊടുക്കാം. ഇലയപ്പം വയ്ക്കുമ്പോൾ ഇതുപോലെ മടക്ക് ഭാഗം ഇലയുടെ മടക്ക് ഭാഗം മുകളിലേക്ക് വരുന്ന പോലെ തന്നെ വെക്കണം. തിരിച്ച് വയ്ക്കുവാണെങ്കിൽ ഇതിനുള്ളിൽ വെച്ച ശർക്കര എല്ലാം ഉരുകിയിട്ട് താഴേക്ക് പോകും. അപ്പോൾ ഇതുപോലെ മടക്ക് മുകളിലേക്ക് വരുന്ന പോലെ തന്നെ വെച്ച് അടുക്കി വയ്ക്കാം. മുഴുവനും ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. സ്റ്റീമർ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അടച്ച് അരമണിക്കൂർ ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്തോ നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു മണമാണ്. നല്ല ഇലയപ്പത്തിൻ്റെ ചക്കപ്പഴമൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ല മണമാണ് ഇത് തുറക്കുമ്പോൾ. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത ശേഷം പാത്രത്തിൽ നിന്ന് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ചക്കപ്പഴം കൊണ്ടുള്ള ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കാണാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.